നിയമവിരുദ്ധ പണി നടത്തിയ അഭിഭാഷകന്റെ വേഷപ്പെട്ടിരിക്കാൻ നാണമുണ്ടോ? ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. അല്ല ഞാൻ പറയട്ടെ, നാണമുണ്ടോ അഭിഭാഷകന്റെ പണി നടത്താൻ? ബുദ്ധനാണ് സത്യം. ഞാൻ ആ വ്യാളി തലതല്ലി ചാവും. എന്റെ രേഖകളും എന്റെ അപേക്ഷകളും ആ പോകേണ്ടടുത്ത് പോയിട്ട് തന്നെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ പോകാം. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. അരുൺകുമാർ അപേക്ഷ കൊടുത്തിട്ട് ഞാൻ വെല്ലുവിളിക്കുന്നു. ഏറ്റെടുക്കുന്നോ? ഇനി ഇവിടെ നിന്നാൽ എന്റെ പണി പോവും. ഇവിടെ ധൈര്യമുണ്ടോ കോൺഫറൻസ് കോളിൽ? പറയട്ടെ മിസ്റ്റർ. പറയൂ. അല്ല മിസ്റ്റർ, ഞാൻ പറയട്ടെ. സത്യം മാത്രമേ പറയാവൂ. അല്ല ഞാൻ പറയട്ടെ. നിങ്ങൾ ഇങ്ങനെ ഓരോ ചൈന ഭാഷ പറയുന്നോടാ. ഞാൻ അങ്ങനെ പൂർത്തീകരിക്കുന്നില്ല. എന്ത് മര്യാദകേടാ കാണിച്ചോന്ന് ഞാൻ പറയാം മര്യാദയോട്. ഒരു മാധ്യമ പ്രവർത്തകയെ സൈബർ കാളികൂളി സംഘത്തിന്, ഹൂളിഗൻ സംഘത്തിന് വേട്ടക്കിട്ട് കൊടുത്തു ശ്രീ കെ എസ് അരുൺകുമാർ. വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. മുഖ്യമന്ത്രിയുടെ എല്ലാ സുരക്ഷാ വഴികളും മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുക്കുകയാണെങ്കിൽ പോലീസിനോട് വേറെ പണിയെടുക്കാൻ പറയാറുണ്ട്. പാളയം സംസം ഹോട്ടലിന് മുന്നിലാണ് കരിങ്കൊടി പ്രകടനം നടത്തുമെന്ന് പറയുന്ന SFI സംസ്ഥാന നേതാവിന്റെ പേര് ഞാൻ പറയണോ? മാധ്യമപ്രവർത്തകരെ വിളിച്ചോ സംസ്ഥാന പേര് ഞാൻ പറയണോ? പൊട്ടന്ന് ലോക പൊട്ടന. താങ്കളുടെ സംസ്ഥാനം എനിക്കില്ലാത്തത് കൊണ്ടാണ് ഞങ്ങളുടെ മാധ്യമപ്രവർത്തകരെ വിളിച്ച SFI നേതാക്കളുടെ പേരുകൾ ഇവിടെ പറയാത്തത്. എന്നെ നാവിൻ തുമ്പിലുണ്ട്. കെ എസ് അരുൺകുമാർ വിനീതയ്ക്ക് മെസ്സേജ് അയച്ചിട്ടില്ലേ? ശ്രീ കെ എസ് അരുൺകുമാർ വിനീതയ്ക്ക് മെസ്സേജ് അയച്ചിട്ടില്ലേ? എന്താ ഉറക്കം വരുന്നു. കെ എസ് അരുൺകുമാർ വിനീതയ്ക്ക് മെസ്സേജ് അയച്ചിട്ടില്ലേ? ശ്രീ കെ എസ് അരുൺകുമാർ വിനീതയ്ക്ക് മെസ്സേജ് അയച്ചിട്ടില്ലേ? ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പാർട്ടി തീരുമാനം വരുന്നതിന് മുൻപ് അരുൺകുമാർ സ്ഥാനാർത്ഥിയാകുമെന്ന് പറഞ്ഞ് വിളിച്ച മാധ്യമപ്രവർത്തകർ നമ്പർ വേണോ? എന്താ സാധനം ചീങ്കണ്ണിയ. എന്നിട്ട് നിങ്ങൾക്ക് പുച്ഛോ മാധ്യമപ്രവർത്തകരോട്? നമ്മുടെ കാര്യം കൊണ്ടാ ജീവിച്ചു പോണത്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പാർട്ടി തീരുമാനം വരുന്നതിന് മുൻപ് താങ്കൾ സ്ഥാനാർത്ഥിയാകുമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് താങ്കൾ മാധ്യമപ്രവർത്തകരെ വിളിച്ച് ലോബിംഗ് നടത്തിയിട്ടുണ്ട്. പടച്ചോനോർത്ത് എന്റെ മാനം കളയരുത്. എന്റെ ഒരു ഹാജത്തുകൊണ്ട് ആദ്യമായിട്ടൊരു അബദ്ധം പറ്റിയതാണ്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പാർട്ടി തീരുമാനം വരുന്നതിന് മുൻപ് താങ്കൾ സ്ഥാനാർത്ഥിയാകുമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് താങ്കൾ മാധ്യമപ്രവർത്തകരെ വിളിച്ച് ലോബിംഗ് നടത്തിയിട്ടുണ്ട്. എന്നിട്ട് മാന്യം ചമയുന്നു. എന്നിട്ട് മാധ്യമങ്ങളുടെ നെഞ്ചത്ത് കയറി മാന്യം ചമയാൻ ശ്രമിക്കുന്നു. കള്ളൻ, ഫ്രോഡ്. സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി മാധ്യമങ്ങളെ ലോബിംഗ് നടത്തിയ കെ എസ് അരുൺകുമാറിന് മാധ്യമങ്ങളോട് പുച്ഛം അല്ലേ? എല്ലാത്തിനും ഗതി കെട്ടാ നിന്നെ കൊല്ലും ഞാനും ചാവും. ഇവിടെ വിഷ്വൽ എടുക്കൂ എന്ന് വിനീത പറയുന്നതിനെ ചുണ്ടനക്കമാക്കി ആ വിഷ്വൽ ഓഡിയോ കട്ട് ചെയ്ത് കളഞ്ഞു ഷൂ എറിയൂ എന്ന് പറഞ്ഞ നിങ്ങളുടെ നേതൃത്വത്തിൽ നിങ്ങളുടെ അധമ സൈബർ കള്ളപ്പടയാണ്. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. ഗീബൽസ് പോലും തലയിൽ മുണ്ടിട്ട് നാണിച്ചോടി നിങ്ങളുടെ പ്രൊപ്പഗാൻഡ മെഷീൻ കണ്ട്. നേരത്താണോ ഇങ്ങോട്ട് വലിഞ്ഞു കയറി വരാൻ തോന്നിയത്? വ്യാജ പ്രചരണം നടത്തിയ അരുൺകുമാറും അരുൺകുമാറിന്റെ കൂട്ടാളികളായ സൈബർ ഗുണ്ടകളുമാണ്. ഓ എന്നെ അങ്ങ് തല്ലിട്ട് കൊല്ലി. ഓ അതിനെന്താ